ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലോഗ് കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ പറയുന്നവർക്ക് വലിയ വലിയ ചാനലൊന്നും അല്ല, ചെറിയൊരു ചാനലാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി. 2022 ഡിസംബറിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അന്ന് ഞാൻ ഒരു വർഷമൊക്കെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ലൈവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ പിന്നാലെ വന്ന ആൾക്കാർ മോണിറ്റൈസേഷനായി, അവർക്ക് പൈസയൊക്കെ കിട്ടി ട്ടുണ്ട്. പക്ഷേ എനിക്ക് ലൈവ് ഇടാനൊക്കെ ഭയമായിരുന്നു. പിന്നെ ഓരോ നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ വന്ന ഒരു ഫ്രണ്ടാണ് ഇതെനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൈവിലൊക്കെ പോയി ഞാൻ ചോദിക്കുമായിരുന്നു, എന്നെ സബ് ചെയ്യുമോ എന്ന് ചോദിക്കുമായിരുന്നു. ആദ്യമൊന്നും ഞാൻ ചോദിക്കത്തില്ലായിരുന്നു, പിന്നെ രണ്ടാമത് ചോദിക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സബ് ചെയ്യും. സബ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവരത് റിമൂവ് ആക്കും. കുറഞ്ഞു പോകുന്നു. റിമൂവ് ആക്കുന്നതാണോ യൂട്യൂബ് തന്നെ നമ്മളെ അത് സ്പാമാക്കി കളയണതാണോ എന്നറിയില്ല. പിന്നെ ഞാനൊരു കാര്യം ചെയ്തു. സ്ഥിരമായിട്ട്, അതായത് ഒരു ദിവസത്തിൽ ഒരു 3-4 ഷോർട്സ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ കോമഡി ആയിട്ടും നമ്മൾ റീൽസ് അല്ലേ ചെയ്യുന്നത്, ആ റീൽസ് തന്നെ ഒരു 3-4 എണ്ണം നമ്മൾ ചെയ്യുന്നു. അപ്പം എന്നിട്ടത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു. ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പം നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, നമുക്ക് പോകാൻ പറ്റി, അന്ന് നമുക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഷെഡ്യൂൾ ചെയ്തത് അവിടെ കിടക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആയിക്കോളും. അപ്പോൾ അങ്ങനെ ചെറിയ ഷോർട്സ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി തുടങ്ങി. അതാണ് ഒന്നാമത്തെ കാര്യം. യൂട്യൂബിലോട്ട് ആദ്യമായിട്ട് വരുന്നവർ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഒരു ദിവസത്തിൽ കുറേ ഷോർട്സ് ഇടുക. അതിലേതാണ് ഷോർട്സ്, ചെറിയ ഷോർട്സ് വീഡിയോ ഇടുന്നത് ഏതാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്, ആ സമയത്ത് വീണ്ടും 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 വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ 1K 1K 2K ഒക്കെ ആവുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ സമയത്ത് തന്നെ വീഡിയോസ് ഇടുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ എനിക്ക് ഒരു വീഡിയോസ് ഒരു 5 പേര്, അടുത്ത വീഡിയോസിന് ഒരു 5 പേര്, അങ്ങനെയൊക്കെ കയറി നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. പക്ഷേ വാച്ച് അവർ കൂട്ടാൻ പറ്റത്തില്ല. അതിന് ലോങ് വീഡിയോ തന്നെ ഇടണം. ലോങ് വീഡിയോ തന്നെ ഇടാതെ പറ്റത്തില്ല. ഞാൻ ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ടാണ് എനിക്ക് വാച്ച് അവർ കൂടാത്തത്. അതുകൊണ്ട് ഈ യൂട്യൂബിലോട്ട് കടന്നു വരുന്നവർ എന്തായാലും അവനവനെ പറ്റുന്ന രീതിയിൽ ലോങ് വീഡിയോസും കൂടെ ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത്രയ്ക്ക് ഒന്നും അറിയത്തില്ലാതെയാണ് ഞാൻ യൂട്യൂബിലോട്ട് വന്നത്. കമ്പ്യൂട്ടർ കുറച്ച് അറിയാമെന്നല്ലാതെ നമുക്ക് യൂട്യൂബായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പിന്നെ യൂട്യൂബിലുള്ള ആൾക്കാരുടെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് നോക്കിയാണ് ഞാനിത് ചെയ്തത്. ആൾക്കാർക്കൊക്കെ ഈ പുതുതായിട്ട് വരുന്നവർക്ക് ഇതാണ് ചെയ്യേണ്ടത്, സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ റീച്ചൊന്നും കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ മടുപ്പ് തോന്നിയാലും നിർത്തരുത്. നമുക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകണം. ഞാനും അതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വാച്ച് ഓവറൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പലതവണ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു മടുപ്പ് തോന്നും. ഞാനും പലതവണയായിട്ട് നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ചു. വീഡിയോസ് ഇടാനും ലൈവ് ഇടാനൊക്കെ മടിയായിട്ട് തോന്നും. റീച്ചില്ലല്ലോ, നമുക്ക് വലിയ കയറ്റവും ഉയർച്ചയൊന്നും ഇല്ലല്ലോ എന്ന് നമുക്കങ്ങനെയൊക്കെ തോന്നും. എന്നാലും പിന്നെ നമ്മുടെ മനസ്സിന് തോന്നും, ഇതുപോലെ ആയിരിക്കുമല്ലോ എല്ലാവരും, വിജയിച്ചവരിങ്ങനെ ആയിരിക്കുമല്ലോ, ആദ്യമൊന്നും കാണിയല്ല, പിന്നീടാണല്ലോ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവുക, അപ്പം നമുക്കും അതുപോലെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരിലാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ കണ്ടാലാണ്, നിങ്ങൾ ലൈക്ക് ചെയ്താലാണ്, നിങ്ങൾ എൻ്റെ വീഡിയോസിന് കമൻ്റ് ഇട്ടാലാണ് എനിക്ക് ഓരോ ലൈക്ക്, എന്നാലാണ് പുതിയ പുതിയ ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോസ് പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ ബൈ ടാറ്റാ.